സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി അവസാനിക്കുമ്പോൾ വിജയകിരീടം നേടി കയ്യടി നേടുന്നത് മുംബൈയാണ്. ശ്രേയസ് അയ്യർക്ക് കീഴിലാണ് മുംബൈ ഇത്തവണ കിരീടത്തിലേക്കെത്തിയത്. സൂപ്പർ താരനിരയോടെ ഇറങ്ങിയ മുംബൈ അനായാസം കപ്പിലേക്കെത്തുകയായിരുന്നു. കേരളത്തോട് മാത്രമാണ് മുംബൈ തോറ്റത്. മറ്റ് മത്സരങ്ങളിലെല്ലാം വമ്പൻ ജയം നേടിയെടുക്കാൻ മുംബൈക്ക് സാധിച്ചു. അജിൻക്യ രഹാനെ ഉൾപ്പെടെ പല സീനിയർ താരങ്ങളും ഇത്തവണ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ തിളങ്ങി. കേരളം മികച്ച പ്രകടനം നടത്തിയെങ്കിലും കപ്പിലേക്കെത്താൻ സാധിക്കാതെ പോയി. സഞ്ജു സാംസണിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കാൻ കേരളത്തിന് സാധിച്ചെങ്കിലും കിരീട നേട്ടത്തിലേക്കെത്താൻ സാധിക്കാതെ പോയി. എന്തായാലും ഇത്തവണത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ മികച്ച പ്ലേയിങ് 11 പരിഗണിക്കുമ്പോൾ ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുക എന്ന് പരിശോധിക്കാം. ഇത്തവണത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ ബെസ്റ്റ് 11 പരിശോധിക്കുമ്പോൾ ഓപ്പണർ റോളിൽ അജിൻക്യ രഹാനെയെയും സക്കീബുൽ ഖാനിയെയും പരിഗണിക്കാം. മുംബൈക്കൊപ്പം രഹാനെ തകർപ്പൻ പ്രകടനം നടത്തിയപ്പോൾ ബിഹാർ ക്യാപ്റ്റൻ ഖാനിയാണ് സഹ ഓപ്പണർ. സീനിയർ താരമായ രഹാനെ 459 റൺസാണ് ഇത്തവണ അടിച്ചെടുത്തത്. അതും 164.56 സ്ട്രൈക്ക് റേറ്റിൽ. ഇന്ത്യൻ ടീമിന് പുറത്തുള്ള രഹാനെയുടെ ശരാശരി 58-ന് മുകളിലായിരുന്നു. 5 അർദ്ധ സെഞ്ചുറികളാണ് രഹാനെ അടിച്ചെടുത്തത്. ബിഹാർ നായകനായ ഖാനി 7 ഇന്നിംഗ്സിൽ നിന്ന് 353 റൺസാണ് അടിച്ചെടുത്തത്. 58.83 സ്ട്രൈക്ക് റേറ്റിലാണ് ഖാനി മിന്നിച്ചത്. പുറത്താവാതെ 120 റൺസ് നേടിയതാണ് അദ്ദേഹത്തിൻ്റെ ഉയർന്ന സ്കോർ. 3-ാം നമ്പറിൽ ഗുജറാത്ത് വിക്കറ്റ് കീപ്പർ ഉർവിൽ പട്ടേലിനാണ് അവസരം. 28 പന്തിൽ സെഞ്ചുറി നേടിച്ച് ഞെട്ടിച്ച താരമാണ് ഉർവിൽ. 41 പന്തിൽ സെഞ്ചുറി നേടാനും അദ്ദേഹത്തിന് സാധിച്ചു. T20യിൽ വലിയ റെക്കോർഡ് നേടിയെടുക്കാൻ കഴിവുള്ളവനാണ് ഉർവിൽ. 4-ാം നമ്പറിൽ ശ്രേയസ് അയ്യരെ കളിപ്പിക്കാം. മുംബൈയെ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് ശ്രേയസ്. 345 റൺസാണ് ശ്രേയസ് നേടിയത്. 188.52 സ്ട്രൈക്ക് റേറ്റിലാണ് മുംബൈ നായകൻ മിന്നിച്ചത്. ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവിനൊരുങ്ങുകയാണ് ശ്രേയസ്. രജത് പാട്ടീദാറാണ് 5-ാം നമ്പറിൽ. 428 റൺസാണ് രജത് പാട്ടീദാർ നേടിയെടുത്തത്. ഫൈനലിൽ തോറ്റെങ്കിലും അർദ്ധ സെഞ്ചുറിയോടെ മിന്നിക്കാൻ പാട്ടീദാറിന് സാധിച്ചിരുന്നു. 6-ാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയെ കളിപ്പിക്കാം. ബറോഡ ഓൾറൗണ്ടറായ ഹാർദിക് 246 റൺസാണ് അടിച്ചെടുത്തത്. 193.70 സ്ട്രൈക്ക് റേറ്റിലാണ് ഹാർദിക്കിൻ്റെ പ്രകടനം. 6 വിക്കറ്റും അദ്ദേഹം വീഴ്ത്തി. ഇത്തവണത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലൂടെ ലഭിച്ച പുത്തൻ താരോദയമാണ് സൂര്യവൻഷ് ഷെങ്തെ. ഫിനിഷർ റോളിൽ മിന്നിക്കുന്ന താരത്തിൻ്റെ മികവാണ് മുംബൈയെ കിരീടത്തിലേക്ക് നയിച്ചത്. 6 ഇന്നിംഗ്സിൽ നിന്ന് 131 റൺസ് മാത്രമാണ് നേടിയതെങ്കിലും ഷെങ്തെയുടെ സ്ട്രൈക്ക് റേറ്റ് 251.92 ആണ്. 18 വിക്കറ്റുകളുമായി വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമനായ ഛത്തീസ്ഗഡ് താരം ജഗത് സിംഗും ഈ പ്ലേയിങ് 11 ഉൾപ്പെടും. അർഷാദ് ഖാനാണ് മറ്റൊരു ബൗളർ. മധ്യപ്രദേശിൻ്റെ ഇടം കയ്യൻ പേസർ 3 മത്സരം മാത്രമാണ് കളിച്ചതെങ്കിലും 7 വിക്കറ്റുകളുമായി മിന്നിച്ചു. മികച്ച എക്കണോമിയിൽ പന്തെറിയാൻ അർഷദ് ഖാന് സാധിച്ചു. സ്പിന്നർ യൂസ്വേന്ദ്ര ചഹാലും മിന്നിച്ചു. 7 മത്സരത്തിൽ നിന്ന് 10 വിക്കറ്റാണ് ചഹാൽ നേടിയത്. 4.76 എന്ന മികച്ച എക്കണോമിയിലാണ് ചഹാലിൻ്റെ പ്രകടനം. കുമാർ കാർത്തികേയയാണ് 11-ാമൻ. 17 വിക്കറ്റുകളാണ് അദ്ദേഹം ടൂർണമെൻറ്റിൽ നേടിയത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.